നല്ല സിനിമയാണ്, നല്ല സിനിമ. കാരണം ഭയങ്കര സസ്പെൻസ് ആയിട്ട് സിനിമയാണത്. കാരണം നമുക്ക് എന്താണ് അവസാനം സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷമായിപ്പോയി. അതുപോലത്തെ ഒരു മൂവിയാണ്. അതിൽ പാട്ടുകളാണെങ്കിലും സൂപ്പർ ഹിറ്റാണ്. അഭിനയിച്ച എല്ലാവരും നല്ല അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഓരോ രംഗങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മേലൊക്കെ പൂത്ത് കയറുന്ന ഒരവസ്ഥയില്ലേ. ഇപ്പോൾ രംഗം കാണുമ്പോൾ മേലിങ്ങനെ പൂത്ത് കയറുന്ന ഒരവസ്ഥയായിപ്പോയി. അതുപോലെ എന്താ പറയുക, നമുക്ക് ഈ അവസാനം എന്താ സംഭവിക്കണം, നമുക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ ഇത് നമുക്ക് എന്താണെന്നൊരു പിടുത്തം കിട്ടാത്ത രീതിയിൽ പോയി. നല്ലൊരു മൂവി. കാരണം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. നടന്ന സംഭവമാണ്. വളരെ സോഷ്യൽ റിലവൻ്റായ ടോപ്പിക്കാണ്. അവിരബന്ധങ്ങൾ, എക്സ്ട്രാമാരിറ്റൽ അഫെയർസ്. നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും ചെയ്യാതിരിക്കുക. പല കുടുംബങ്ങളെ നശിപ്പിക്കുകയാണ്. ഒരു പിള്ളേരെ ഓർത്തെങ്കിലും ചെയ്യാതിരിക്കുക. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാളപ്പറവ ചേച്ചിയാണെങ്കിലും ചഞ്ചുനാഥാണെങ്കിലും മറ്റേ അനുമോനായാലും പിന്നെ ശിവദ, അപർണാഥ് ദാസ് എല്ലാം തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സോഷ്യൽ റിലവൻ്റ് ടോപ്പിക്. എല്ലാം തിയേറ്ററിൽ പോയി കാണുക. IT ഫീൽഡ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. നിങ്ങൾ മക്കളെ ഓർത്തെങ്കിലും ഇങ്ങനത്തെ അവിര ബന്ധങ്ങളിൽ പോകരുത്. ഒരു കുടുംബമാണ് തുലയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം. ഇത് എല്ലാവരും കാണേണ്ട പടമാണ്. ഒരു എൻ്റർടൈനിങ് ലാഗൊന്നുമില്ല. ഒപ്പം നല്ലൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. നമ്മുടെ ശിവതയാണെങ്കിലും അപർണദാസ് ആണെങ്കിലും ഗംഭീരമായിട്ടും അവരുടെ റോളുകൾക്ക് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ ശാസ്ത്രീകരണം എന്ന് തന്നെ പറയാം. സ്ത്രീകളുടെ ഒരു ബോൾഡ്നെസ് ആയിട്ടുള്ള അഭിനയമാണ് അപർണയുടെ ആണെങ്കിലും ശിവതയുടെ ആണെങ്കിലും. പിന്നെ ഒരു നെഗറ്റീവായിരിക്കുന്ന ക്യാരക്ടറാണ് നമ്മുടെ ചന്തുനാഥ് ചെയ്തിരിക്കുന്നത്. പ്രായമായ സ്ത്രീയുമായിട്ടുള്ള ഇടപെടൽ കാരണം ഉള്ള ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ്. ജീവിതത്തിൽ ഭാര്യയുമായിട്ടുള്ള തർക്കത്തിൽ മരണം വരെ സംഭവിച്ചു തുടർന്നുണ്ടാകുന്ന ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ അവസാന ക്ലൈമാക്സത്തിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നത്തെ നാട്ടിൽ ഡെയിലിയുള്ള കൊലപാതകം നടന്നുള്ള സംഭവങ്ങളിലെ സ്ഥിരം ന്യൂസ് പേപ്പർ കണ്ടുപോകുന്ന സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ കാണിക്കുന്ന ഒരു മികച്ചൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് സിനിമ സൂചിപ്പിക്കുന്നത്. പടം ഗംഭീര പടമാണ്. അതായത് സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒരു കുടുംബകഥ, കണ്ണീരെ അലിയിപ്പിക്കുന്ന ഒരു കുടുംബകഥ, ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾ കയറണ്ട. കാരണം ഇത് അമ്മാതിരി ഒരു രീതിയിലുള്ള പടമല്ല. അതായത് ഇതൊരു ക്രൈം ത്രില്ലറായിട്ട് നമുക്ക് കാണാവുന്ന, അതായത് ഫാമിലി പ്ലസ് ക്രൈം ത്രില്ലർ അങ്ങനെ കാണാവുന്ന ഒരു പടമാണ്. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ നല്ല ഒരു കിടിലെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പടത്തിലെ ഉടനീളം അതുണ്ട്. അത് ക്ലൈമാക്സ് ആകുമ്പോൾ വേറെ ട്വിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തിക്കുന്നത് അതിൽ പല ചോദ്യങ്ങളും നിലനിർത്തിയിട്ടാണ്. അതായത് ഇങ്ങനെ വന്നാൽ ശരിയാവോ, അങ്ങനെ വന്ന് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടും പടം എനിക്കൊരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, കൃത്യമായിട്ട് എല്ലാവരും പേര് ഞാൻ പറയല്ല, കാരണം പേര് എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും. എന്തായാലും അഭിനയിച്ച എല്ലാവരും നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ക്ലൈമാക്സ് കൊണ്ടുവന്ന് ക്ലൈമാക്സിൽ ഉള്ള BGM കാര്യങ്ങളൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. കൊള്ളാം, നല്ല മൂവിയാണ്. റിലീസ് സ്റ്റോറിയാണ്. നല്ല അനുഭവങ്ങൾ കണ്ടിരിക്കണം. നമ്മുടെ നാട്ടിൽ പലയിടത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം പുതിയതായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് എന്താ പറയുക, പ്രതികരിച്ച് തുടങ്ങി. മനസ്സിലായില്ലേ? പലരും അറിഞ്ഞു തുടങ്ങി സത്യാവസ്ഥയൊക്കെ. ഒരുപാട് പേര് കാണേണ്ട മൂവിയാണ്. കാണണം. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അത് പലയിടത്തും ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വീടിൻ്റെ ഉള്ളിലൊരു പെൺകുട്ടി എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ മാറാനും സ്വാതന്ത്ര്യങ്ങളൊക്കെ നേടാനുള്ള ഒരു കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് പലരും പറയുമ്പോൾ ഇതൊക്കെ ആരും വിശ്വസിക്കാറില്ല. ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് അതിലുള്ളതെന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ നിസ്സാര, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് ഇതിലും വലിയ ക്രൂരതയാണ്. അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. നമ്മുടെ കൂടെ നിൽക്കണ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കുറേ കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാൻ. എന്തായാലും കൊള്ളാം, നല്ല മൂവിയാണ്. കാണുക, ഫാമിലി എന്താ പറയുക, മനസ്സിലാക്കുക പല കാര്യങ്ങളും.